നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. CMRL എക്സാലോജിക് ഇടപാട് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപട്ടികയിൽ വരുന്ന നാളുകൾ വിദൂരമല്ലെന്ന് മാത്യു കുഴൽനാടൻ MLA. കേരള ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ഏപ്രിൽ 10, 11, 12 തീയതികളിൽ തിരുവനന്തപുരത്ത് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു പ്രഖ്യാപനം നടത്തി. ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ച് തദ്ദേശ സ്ഥാപനങ്ങളുടെ കഴുത്തു ഞെരിച്ചു കൊല്ലാനാണ് LDF സർക്കാർ ശ്രമിക്കുന്നതെന്ന് UDF ജില്ലാ കൺവീനർ പ്രൊഫസർ MJ ജേക്കബ്. ശനിയാഴ്ച നടക്കാനിരിക്കുന്ന തൊടുപുഴ മുനിസിപ്പാലിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി K ദീപക് മത്സരിക്കും. വാർത്തകൾ വിശദമായി. CMRL എക്സാലോജിക് ഇടപാട് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപട്ടികയിൽ വരുന്ന നാളുകൾ വിദൂരമല്ലെന്ന് മാത്യു കുഴൽനാടൻ MLA. ഇടപാടിൽ നിയമവിരുദ്ധമായി ഒന്നും നടന്നിട്ടില്ലെന്ന നിലപാടിൽ CPM ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നും മാത്യു കുഴൽനാടൻ ചോദിച്ചു. CMRL എക്സാലോജിക് ഇടപാട് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപട്ടികയിൽ വരുന്ന നാളുകൾ വിദൂരമല്ലെന്ന് മാത്യു കുഴൽനാടൻ MLA. ഇടപാടിൽ നിയമവിരുദ്ധമായി ഒന്നും നടന്നിട്ടില്ലെന്ന നിലപാടിൽ CPM ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നും മാത്യു കുഴൽനാടൻ ചോദിച്ചു. ആദ്യമായി വീണ വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മകളെ ഡിഫെൻഡ് ചെയ്യാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇറക്കിയ പത്രക്കുറിപ്പ് എൻ്റെ കയ്യിലുണ്ട്, ഒഫീഷ്യൽ പ്രസ് റിലീസ്. അതിൽ CPM എന്ന പാർട്ടി, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറഞ്ഞത് ഇത് 2 കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടാണ്. ഇതിൽ അനധികൃതമായി നിയമവിരുദ്ധമായി ഒന്നും നടന്നിട്ടില്ല. കിട്ടിയ പണത്തിന് ടാക്സും അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ അഴിമതിയില്ല എന്ന് CPM പറഞ്ഞു. ഇദ്ദേഹം ഇന്ന് റെസ്പോണ്ട് ചെയ്യുമ്പോൾ ആദ്യം പറയേണ്ടത് CPM അന്ന് പറഞ്ഞ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ്. 2024 വരെ ആ ലീസ് റദ്ദ് ചെയ്യാതിരുന്നത് പിണറായി വിജയനാണ്. 2024 ഞാൻ ഈ വിജിലൻസ് കേസ് ഫയൽ ചെയ്തതിന് ശേഷമാണ് പിണറായി വിജയൻ സർക്കാർ ആ ലീസ് റദ്ദ് ചെയ്തത്. ആ ലീസ് റദ്ദ് ചെയ്യാൻ വേണ്ടി പല ആവർത്തി മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് സർക്കാരിനെ സമീപിച്ചപ്പോഴും അത് മടക്കിയത് പിണറായി വിജയൻ ഒരേ ഒരാളുടെ ഇടപെടൽ കൊണ്ടാണ്. വ്യാഴാഴ്ചയാണ് SFIO കുറ്റപത്രം എറണാകുളം ജില്ലാ കോടതിയിൽ സമർപ്പിച്ചത്. ഇന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ പ്രതിപട്ടികയിൽ വന്നിരിക്കുകയാണ്. എത്ര വേണമെങ്കിലും അത് വൈകിപ്പിക്കാൻ ശ്രമിക്കാം, എത്ര വേണമെങ്കിലും പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടത്താം, കേസുകൾ പരാജയപ്പെട്ടെന്ന് പറയാം. പക്ഷേ പിണറായി വിജയൻ പ്രതിപട്ടികയിൽ വരുന്ന നാളുകൾ വിദൂരമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ പ്രതിപട്ടികയിൽ വന്നിരിക്കുകയാണ്. നിസ്സംശയം ഞാൻ പറയുന്നു, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപട്ടികയിൽ വരുന്ന നാളുകൾ അതിവിദൂരമല്ല. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അത് വൈകിപ്പിക്കാൻ ശ്രമിക്കാം, എത്ര വേണമെങ്കിലും പ്രചണ്ഡമായ പ്രചരണം നടത്താം, കേസുകൾ പരാജയപ്പെട്ടു എന്ന് പറയാം. പക്ഷേ ഞാൻ കേരളത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു, പിണറായി വിജയൻ പ്രതിപട്ടികയിൽ വരുന്ന നാളുകൾ അതിവിദൂരമല്ല. എനിക്ക് സംശയമില്ല അക്കാര്യത്തിൽ. ഈ പോരാട്ടത്തിന് ഇറങ്ങി തിരിക്കുമ്പോഴേ ഇത് എൻ്റെ വെല്ലുവിളി എത്ര വലുതാണ് എന്ന ഉത്തമമായ ബോധ്യം എനിക്കുണ്ട്. നിയമ സംവിധാനങ്ങളിലുള്ള പരിമിതികളും നിയമ സംവിധാനങ്ങളെ എന്തുമാത്രം സമ്മർദ്ദപ്പെടുത്തുമെന്നൊക്കെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ എനിക്കുണ്ട്. പക്ഷേ ഞാൻ ഇന്നും ആവർത്തിച്ച് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഈ കാര്യത്തിൽ നടന്നിട്ടുള്ളത് പച്ചയായ അഴിമതിയാണ്, കൊള്ളയാണ്. ഒന്നിന് പിറകെ ഒന്നായി നേതാക്കന്മാർ വന്ന് ഈ മുഖ്യമന്ത്രിയുടെ മകളെ ന്യായീകരിച്ച് ഈ പാർട്ടിയുടെ അസ്തിത്വവും അടിവേരും നിങ്ങൾ ഇളക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഞങ്ങളും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. നിങ്ങൾ എന്തുമാത്രം ന്യായീകരിക്കാൻ കഴിയുമോ അത്രയും ന്യായീകരിക്കുക. കാരണം ഈ കൊള്ളയുടെ പങ്ക് പറ്റാത്തവരായി CPM ആരെങ്കിലും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അനധികൃതമായി നിയമവിരുദ്ധമായി ഒന്നും നടന്നിട്ടില്ലെന്നും കിട്ടിയ പണത്തിന് നികുതി അടച്ചിട്ടുള്ളതിനാൽ അഴിമതിയില്ലെന്നുമാണ് CPM പറയുന്നത്. അന്ന് പറഞ്ഞ നിലപാടിൽ CPM ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നും മാത്യു കുഴൽനാടൻ ചോദിച്ചു. അതേസമയം വ്യാഴാഴ്ച എറണാകുളം ജില്ലാ കോടതിയിൽ SFIO സമർപ്പിച്ച കുറ്റപത്രം ഇനി എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയാണ് പരിഗണിക്കുന്നത്. കുറ്റപത്രം പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുന്നതാണോ എന്ന പരിശോധന നടക്കും. കുറ്റം നിലനിൽക്കുന്നതാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. തുടർന്ന് മാത്രമേ വീണ വിജയൻ ഉൾപ്പെടെയുള്ളവർ നിയമപരമായി പ്രതി ചേർക്കപ്പെടുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. അതിനുശേഷമേ വിചാരണ നേരിടേണ്ടതായുള്ളൂ. കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ കേരള കരാട്ടെ അസോസിയേഷനുമായി സഹകരിച്ച് ഏപ്രിൽ 10, 11, 12 തീയതികളിൽ തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ കേരള ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
കേരളത്തിലെ 14 ജില്ലകളിലെയും പ്രതിനിധീകരിച്ച് 4500 കായിക താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതിനായുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. കേരള ഒളിമ്പിക് അസോസിയേഷൻ കേരള കരാട്ടെ അസോസിയേഷനുമായി സഹകരിച്ച് ഏപ്രിൽ 10, 11, 12 തീയതികളിൽ തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് കേരള ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് 2025 സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേരളത്തിലെ 14 ജില്ലകളെയും പ്രതിനിധീകരിച്ച് 4500 കായിക താരങ്ങൾ ഈ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. കേരളത്തിലെ 14 ജില്ലകളിലെ ഒളിമ്പിക് അസോസിയേഷനും കരാട്ടെ അസോസിയേഷനുകളും ഇതിനോട് സഹകരിക്കും. കത്ത, കുമിത്തെ എന്നീ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. എല്ലാ പ്രായത്തിലുമുള്ള കരാട്ടെ കളിക്കാർക്ക് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിനായുള്ള ഒരു വേദിയായിരിക്കും ഈ ചാമ്പ്യൻഷിപ്പ് എന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇവിടെ നമ്മൾ പറയുമ്പോൾ പ്രായഭേദമന്യേ കരാട്ടെ പരിശീലിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഈ ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാം. 5 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് പ്രായഭേദമന്യേ ലിംഗവ്യത്യാസമില്ലാതെ ബെൽറ്റിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം, വൈറ്റ് ബെൽറ്റ് തുടങ്ങിയാൽ യെല്ലോ, ഓറഞ്ച്, ഗ്രീൻ, ബ്ലൂ, പർപ്പിൾ, ബ്രൗൺ, ബ്ലാക്ക് എന്നീ കളർ ബെൽറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ പ്രായത്തിലും ഓരോ ബെൽറ്റിന്റെ അടിസ്ഥാനത്തിലുമാണ് ഈ മത്സരം ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് അവിടെ പങ്കെടുക്കുന്ന ഓരോ കുട്ടികൾക്കും ഒരു മെഡൽ കരസ്ഥമാക്കുവാനുള്ള പൂളിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. കട്ട, കുമിത്തെ വിഭാഗത്തിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ 4 പേര് അടങ്ങുന്ന ഒരു കോമ്പറ്റീഷൻ ആണ് കത്തയിൽ നടക്കുന്നത്. അപ്പോൾ അതിന്റെ പെർഫോമൻസ് വിലയിരുത്തി ജഡ്ജസ് വിലയിരുത്തി 1, 2, 3, 4 ഗോൾഡ് മെഡൽ, സിൽവർ മെഡൽ, ജോയിന്റ് ബ്രോൺസ് മെഡൽ. അതാണ് കത്തയുടെ പരിശീലന രീതി. മറ്റൊന്ന് കുമിത്തെ. നമുക്കറിയാം, ബോക്സിംഗ് പോലെ, അടിതട പോലെ, കളരിപ്പയറ്റുള്ളത് പോലെയാണ് 2 തരത്തിലുള്ള ഫൈറ്റിംഗ്. അതും ഇതുപോലെ പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ, ബെൽറ്റിന്റെ അടിസ്ഥാനത്തിൽ 8 പേരടങ്ങുന്ന പൂളിങ്. ഒരു പൂള് 8 പേരുണ്ടാവും. അപ്പോൾ 3 റൗണ്ട് അതിൽ ഫൈറ്റ് വരും. ഒരു റൗണ്ട് ഒരു കുട്ടി ജയിച്ചാൽ 4 പേര് വരുമ്പോൾ ആ 4 പേർക്കും മെഡൽ കിട്ടത്തക്ക രീതിയിലൂടെയാണ് ഒളിമ്പിക് അസോസിയേഷൻ ഇതിനെ വിഭാവനം ചെയ്തിരിക്കുന്നത്. വൈറ്റ് ബെൽറ്റ് മുതൽ ബ്ലാക്ക് ബെൽറ്റ് വരെയുള്ള പ്രായലിംഗ ഭേദമന്യേ കേരളത്തിലെ ഏത് കരാട്ടെ കളിക്കാർക്കും ഈ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാം. ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ആരംഭിച്ചിട്ടുണ്ട്. ഏപ്രിൽ 7 വരെ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാം 9400640002 എന്ന നമ്പറിൽ. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇടുക്കി ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി സൈജൻ സ്റ്റീഫൻ, കേരള കരാട്ടെ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജോയി പോൾ, ഇടുക്കി ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമാരായ എൻ രവീന്ദ്രൻ, ബേബി വർഗീസ്, ഇടുക്കി ജില്ലാ കരാട്ടെ അസോസിയേഷൻ അഡ്ഹോക് കമ്മിറ്റി അംഗങ്ങളായ ബിനു KK, MK സലീം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു യോഗം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനവും നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി മാത്യു പൊന്നാട്ട് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വിവിധ ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലകളിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച പഞ്ചായത്തുകൾക്കും സ്ഥാപനങ്ങൾക്കും അവാർഡുകൾ നൽകി ആദരിച്ചു. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിലെ സമ്പൂർണ്ണ മാലിന്യ ശുചിത്വ പ്രഖ്യാപനം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഗ്രാമപഞ്ചായത്ത് നല്ല രീതിയിൽ നടത്തിയതിന്റെ ഫലമായി തന്നെയാണ് നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിലും നമുക്ക് അവരുടെ പ്രഖ്യാപനം നടക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഗ്രാമപഞ്ചായത്ത് വളരെയധികം നമുക്കറിയാം, ഗ്രാമപഞ്ചായത്തുകൾ നടത്തുന്ന ഓരോ ആദ്യമേ തന്നെ വാർഡ് തലത്തിൽ നടത്തി. അത് കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ നടത്തിയത്. അതും വളരെ വിജയകരമായി മെഗാ ക്ലീനിങ് നടത്തിയിട്ടുണ്ടായി. അത് വാർഡ് തലത്തിലും പഞ്ചായത്ത് തലത്തിലും വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു. എല്ലാ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എല്ലാ ഗ്രാമപഞ്ചായത്തുകൾ നടത്തി നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇനിയും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ രാജ്യത്ത് മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഗ്രാമപഞ്ചായത്ത് നടത്തുന്നതോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും എല്ലാ പിന്തുണയും ഉണ്ടാകും എന്നും പറയുകയാണ്. തുടർന്ന് സമ്പൂർണ്ണ മാലിന്യ ശുചിത്വ പ്രഖ്യാപനം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി മാത്യു പൊന്നാട്ട് അധ്യക്ഷത വഹിച്ചു. വിവിധ ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പഞ്ചായത്തുകൾക്കും സ്ഥാപനങ്ങൾക്കും അവാർഡുകൾ നൽകി ആദരിച്ചു.
വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗ്ലോറി കെ പൗലോസ് ശുചിത്വ പ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകി. ഒരു പാഴ്വസ്തുവും ഞാൻ വലിച്ചെറിയില്ല. നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയുമില്ല. ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായി സഹകരിക്കും. ഇടവെട്ടി, മണക്കാട്, കുമാരമംഗലം, കരിങ്കുന്നം, പുറപ്പുഴ, മുട്ടം ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു CN സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി ഫസീല TI നന്ദി പറഞ്ഞു. തുടർന്ന് വിവിധ ഗ്രാമപഞ്ചായത്തുകൾ അവതരിപ്പിച്ച കലാപരിപാടികളും നടന്നു. ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ച് തദ്ദേശ സ്ഥാപനങ്ങളുടെ കഴുത്തു ഞെരിച്ചു കൊല്ലാനാണ് LDF സർക്കാർ ശ്രമിക്കുന്നതെന്ന് UDF ജില്ലാ കൺവീനർ പ്രൊഫസർ MJ ജേക്കബ്. UDF കട്ടപ്പന മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിരോധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം ചെയർമാൻ സിജു ചക്കുമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പദ്ധതി വിഹിതമായി ഓരോ വർഷവും അനുവദിക്കുന്ന തുക നൽകാതെ ഇടതുപക്ഷ സർക്കാർ പ്രാദേശിക വികസനവും പ്രാദേശിക ആസൂത്രണവും പൂർണ്ണമായും അട്ടിമറിക്കുന്ന നടപടികളിൽ പ്രതിഷേധിച്ചാണ് ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളിലും ഏപ്രിൽ 4-5 തീയതികളിൽ രാപ്പകൽ സമരം നടത്തുന്നത്. UDF സർക്കാരിന്റെ കാലത്ത് ത്രിതല പഞ്ചായത്തുകളുടെ പദ്ധതി തുക ഓരോ വർഷവും 15% വീതം വർദ്ധിപ്പിച്ചിരുന്നത് കഴിഞ്ഞ 9 വർഷമായി ശരാശരി 5% പോലും വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ത്രിതല പഞ്ചായത്തുകൾക്ക് ഫണ്ട് അനുവദിക്കുന്നതായി പരസ്യമായി പ്രഖ്യാപിക്കുകയും സമയത്ത് പണം നൽകാതെയും ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തിയും പദ്ധതികൾ സ്പിൽ ഓവറാക്കി അനുവദിച്ച തുകയുടെ ഭൂരിഭാഗവും തിരികെ എടുക്കുന്ന തന്ത്രവുമാണ് ഇടത് സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് MJ ജേക്കബ് പറഞ്ഞു. നമുക്കറിയാം, സംസ്ഥാന ഗവൺമെന്റ് ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കാറുണ്ട് എല്ലാ വർഷവും. ആ ബഡ്ജറ്റിൽ ഓരോ വിഷയങ്ങൾ തരംതിരിച്ചാണ് വക അല്ലെങ്കിൽ തുക വിളിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ത്രിതല പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ബഡ്ജറ്റിൽ കൃത്യമായിട്ടുള്ള തുക ഉൾപ്പെടുത്തുന്നുണ്ട്. പല രീതിയിലായി 40% ഫണ്ടുകൾ ഈ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ ആ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവകാശപ്പെട്ട അതുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ചെലവഴിക്കേണ്ടത് അത് ജനങ്ങൾക്ക് അനുഭവവേദ്യമാകേണ്ടതാണ്. പക്ഷെ എന്തുകൊണ്ട് ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്ന തുക സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്നില്ല? ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അറിയാമല്ലോ, ഒരു ഗവൺമെന്റിന്റെ വരുമാനം എത്രയാണ് ഒരു വർഷത്തേക്കുള്ളത്. അതിൽ മാറ്റം വരുമായിരിക്കാം. ആ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന തുക എത്രയാണെന്ന് അറിയാം. അങ്ങനെ അറിയാമായിരിക്കെ എന്തുകൊണ്ട് പിണറായി ഗവൺമെന്റ് ഈ സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ട തുക വെട്ടിച്ചുരുക്കുന്നു? 40% തുക വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ് ഇപ്പോൾ. 2025-26 വർഷത്തേക്ക് വെട്ടിച്ചുരുക്കി. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, 2024-25 സാമ്പത്തിക വർഷം ഈ സംസ്ഥാന ഗവൺമെന്റ് കൊടുത്ത പണം ചെലവഴിക്കുവാൻ സമ്മതിച്ചോ? പണം ചെലവഴിക്കാൻ സമ്മതിച്ചില്ലല്ലോ. പണം കൊടുത്തു എന്ന് പറയുകയും ആ പണം ചെലവഴിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള തന്ത്രപരമായ നീക്കങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് നടത്തി. 2024-25 സാമ്പത്തിക വർഷം 1094.21 കോടി രൂപയുടെ 49,858 ബില്ലുകളാണ് ട്രഷറികളിൽ പാസ്സാകാതിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഏപ്രിൽ, ഓഗസ്റ്റ്, ഡിസംബർ എന്നീ മാസങ്ങളിൽ 3 ഗഡുക്കളായിട്ടാണ് പദ്ധതി വിഹിതം നൽകേണ്ടത്. ആദ്യത്തെ ഗഡു ഏപ്രിലിൽ നൽകിയാൽ രണ്ടാമത്തെ ഗഡു ഡിസംബറിലും മൂന്നാമത്തെ ഗഡു മാർച്ചിലുമാണ് നൽകുന്നത്. മൂന്നാമത്തെ ഗഡു അനുവദിക്കുന്നതിന്റെ പിറ്റേ ദിവസം ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനാൽ 1 പൈസ പോലും ചെലവാക്കേണ്ടി വരികയില്ലെന്നും MJ ജേക്കബ് പറഞ്ഞു. 2024-25 സാമ്പത്തിക വർഷം പദ്ധതി അടങ്കലായി മാറ്റിവെച്ച 7,746.30 കോടി രൂപയിൽ 1,500 കോടി സർക്കാർ അനുവദിച്ചിട്ടില്ല. ഇടത് സർക്കാർ പ്ലാൻ ഫണ്ടിൽ വൻതോതിൽ വെട്ടിക്കുറവ് വരുത്തിയപ്പോൾ SC/ST വിഭാഗങ്ങൾക്കായുള്ള ഘടക പദ്ധതികളിലും വൻ കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. ഘടക പദ്ധതി പ്രകാരം SC വിഭാഗത്തിന് മാറ്റിവെച്ചതിൽ നിന്നും 500 കോടിയും ST വിഭാഗത്തിന്റെ 112 കോടിയുമാണ് വെട്ടിക്കുറച്ചത്. ഗ്രാമീണ മേഖലയിൽ നടക്കേണ്ട 50% വികസന പ്രവർത്തനങ്ങൾ പോലും നടക്കാത്ത സാഹചര്യത്തിലാണ് UDF സമരപരിപാടികൾക്ക് രൂപം നൽകിയത്.
ഹൈറേഞ്ചിലെ കെട്ടിട നിർമ്മാണ നിരോധനം പിൻവലിക്കുക, കർഷകരുടെ വായ്പ പലിശ എഴുതിത്തള്ളുക, ജപ്തി നടപടികൾ നിർത്തിവെക്കുക എന്നീ ആവശ്യങ്ങൾ കൂടി ഉന്നയിച്ചുകൊണ്ടാണ് രാപ്പകൽ സമരം നടത്തുന്നതെന്നും നേതാക്കൾ അറിയിച്ചു. മണ്ഡലം ചെയർമാൻ സിജു ചക്കുമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി തോമസ് രാജൻ, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട്, തോമസ് മൈക്കിൾ, ജോയി കുടുക്കച്ചിറ, KJ ബെന്നി, ജോയി ആനിത്തോട്ടം, നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, ഫിലിപ്പ് മലയാറ്റ്, S വിളക്കുന്നേൽ, പ്രശാന്ത് രാജു, ഷാജി വെള്ളമക്കൽ, AM സന്തോഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കോതമംഗല രൂപത ദിവ്യകാരുണ്യ പ്രയാണം വണ്ണപ്പുറം ഇടവകയിൽ പ്രവേശിച്ചു. ഇന്ന് രാവിലെ തെന്നത്തൂർ ഇടവകയിൽ നിന്നും ആരംഭിച്ച് ഞാറക്കാട് ഇടവകയിൽ പ്രയാണം നടത്തി. 11:15 ഇടവക അതിർത്തിയായ ഒടിയപ്പാറയിൽ പരിശുദ്ധ ദിവ്യകാരുണ്യ പ്രയാണം എത്തിച്ചേർന്നു. വണ്ണപ്പുറം ഇടവകയിലെ നൂറുകണക്കിന് വിശ്വാസികൾ പ്രയാണത്തെ അനുഗമിച്ചു. കോതമംഗലം രൂപത ദിവ്യകാരുണ്യ പ്രയാണം വണ്ണപ്പുറം ഇടവകയിൽ പ്രവേശിച്ചു. വെള്ളിയാഴ്ച രാവിലെ തെന്നത്തൂർ ഇടവകയിൽ നിന്നും ആരംഭിച്ച് ഞാറക്കാട് ഇടവകയിൽ പ്രയാണം നടത്തി. 11:15 ഇടവക അതിർത്തിയായ ഒടിയപ്പാറയിൽ പരിശുദ്ധ ദിവ്യകാരുണ്യ പ്രയാണം എത്തിച്ചേർന്നു. വണ്ണപ്പുറം ഇടവകയിലെ നൂറുകണക്കിന് വിശ്വാസികൾ പ്രയാണത്തെ അനുഗമിച്ചു. തുടർന്ന് വണ്ണപ്പുറം മാർസ്ലിവ ടൗൺ പള്ളിയിൽ വൈദിക ശ്രേഷ്ഠരുടെയും സന്യസ്തരുടെയും ഇടവകാംഗങ്ങളുടെയും നേതൃത്വത്തിൽ ഭക്തിയാദരപൂർവ്വം ദിവ്യകാരുണ്യ പ്രയാണത്തെ സ്വീകരിച്ചു. തുടർന്ന് ദിവ്യകാരുണ്യ ആരാധനയും സമർപ്പിച്ചു. വണ്ണപ്പുറം പള്ളിയിൽ നിന്നും വെൺമറ്റം പ്ലാന്റേഷൻ കവല SNM ബൈപ്പാസ് വഴി അമ്പലപ്പടി, കലയന്താനി, മുട്ടുകണ്ടം, ചേലച്ചൂട്, കൂവപ്പുറം, പേടിക്കാട്ടുകവല, ചീങ്കൽ സിറ്റി, 40 ഏക്കർ വഴി മുണ്ടൻമുടി സെന്റ് മേരീസ് ഇടവകയിൽ പ്രവേശിക്കും. ഇടവകയിലെ വിവിധയിടങ്ങളിൽ പ്രയാണം പൂർത്തിയാക്കി തുടർന്ന് 6 മണിയോടെ കാളിയാർ സെന്റ് റീത്താസ് ഫൊറോന പള്ളിയിൽ ദിവ്യകാരുണ്യ പ്രയാണം എത്തിച്ചേരും. ഫൊറോനയിലെ വൈദികരുടെ സാന്നിധ്യത്തിൽ കോതമംഗലം രൂപത ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ദിവ്യബലി അർപ്പിക്കും. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. വഖഫ് ഭേദഗതി ബില്ലിലെ കോൺഗ്രസ് നിലപാടിൽ പ്രതിഷേധിച്ച് ഇടുക്കി DCC സെക്രട്ടറി ബെന്നി പെരുവന്താനം രാജിവെച്ചു. കോൺഗ്രസ് നേതാക്കൾക്ക് കൃത്യമായ നിലപാടെടുക്കാൻ കഴിയുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തൊടുപുഴ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാജിക്കാര്യം പ്രഖ്യാപിച്ചത്. കോൺഗ്രസ് പാർട്ടിയുടെ ക്രിസ്ത്യൻ വിരുദ്ധ നിലപാട് പ്രദർശിച്ചുകൊണ്ടാണ്. ക്രിസ്ത്യൻ വിരുദ്ധ നിലപാടെന്ന് പറയുന്നത് മോനോം പ്രശ്നമുണ്ടായി, വഖഫ് പ്രശ്നം ബില്ലിലോ കാര്യം വന്നു, ഒരു കൃത്യമായ നിലപാടെടുക്കാൻ കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിട്ടില്ല. ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിക്ക് ഒരു കാര്യത്തെക്കുറിച്ചും കൃത്യമായിട്ട് അഭിപ്രായം പറയാൻ കഴിയുന്നില്ല. അത് ശരിയല്ല. കോൺഗ്രസ് അഭിപ്രായം പറയണം. രാഹുൽ ഗാന്ധി ആണെങ്കിലും KC വേണുഗോപാലാണെങ്കിലും K സുധാകരനാണെങ്കിലും VD സതീശനാണെങ്കിലും അവരുടെ അഭിപ്രായം പറയണം. അവരാരും ഇത്തരം കാര്യത്തിൽ കൃത്യമായിട്ട് അഭിപ്രായം പറയുന്നില്ല. എന്നാൽ ഇപ്പം വളരെ ബഹുമാനപ്പെട്ട KPCC സെക്രട്ടറി അശോക് സാർ വിളിച്ചു, ഞാൻ കണ്ടു, രാജിവെക്കരുത്, രാജി തീരുമാനം പിൻവലിക്കുമെന്ന് പറയും. ഞാൻ തയ്യാറാണ്. പക്ഷെ പാർട്ടിയുടെ നിലപാട് മാറാതെ എൻ്റെ നിലപാട് മാറ്റാൻ പറ്റില്ല. ഞാൻ അതിനകത്തൊരു വർഗീയതയോ മുസ്ലിം വിരുദ്ധമോ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല.
പക്ഷെ കോൺഗ്രസ് ഈ ക്രിസ്ത്യൻ സമുദായത്തെയും അവഹേളിക്കുന്നതിന് പരിമിതിയുണ്ട്. നിരവധി പ്രശ്നങ്ങൾ നടക്കുന്നു. ഇപ്പം പറയുന്നുണ്ട് യു പിയിലും മറ്റും പോയി നോക്കാൻ, അവിടെ ക്രിസ്ത്യൻ അച്ഛന്മാരെ ഇന്നലെ അടക്കമുണ്ടായി, രണ്ടച്ഛന്മാരെ BJP അടിച്ചിട്ടുണ്ട്. അത് കേരളത്തിൽ പറയേണ്ട കാര്യമില്ല. കേരളത്തിൽ പറയേണ്ട കേരളത്തിലെ കാര്യം വേണം പറയാൻ. കേരളത്തിലെ അച്ഛന്മാരെയോ മതമേലധ്യക്ഷന്മാരെയോ ആക്ഷേപിച്ചാൽ അതിനകത്ത് അഭിപ്രായം പറയാൻ കോൺഗ്രസിന് കഴിയണം. കോൺഗ്രസ് ഇപ്പോഴും പറയുന്നത് UP നോക്കുക, മഹാരാഷ്ട്ര നോക്കുക, ഗുജറാത്തിൽ നോക്കുക, ആ ഒരു നിലപാടിനോട് യോജിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി തീരുമാനം, ഇന്നലെ എടുത്ത തീരുമാനമാണ് ഔദ്യോഗികമായിട്ട് കോൺഗ്രസ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുക. കഴിഞ്ഞ 40-42 വർഷമായി ഈ പാർട്ടിക്ക് വേണ്ടി അടിയും മേടിച്ച് തെറിയും കേട്ട് കോടിക്കണക്കിന് രൂപയും ചെലവഴിച്ച് വന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ്. എന്നെ പോലെ ഒരാളെ അത്രയും പെട്ടെന്ന് ഈ പാർട്ടിയിൽ നിന്നും മാറ്റേണ്ട സാഹചര്യം ഉണ്ടായെങ്കിൽ അതിൻ്റെ ഗൗരവം നിങ്ങൾ കാണണം. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ തിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രതിനിധി K. ദീപക് മത്സരിക്കും. UDF സംസ്ഥാന കമ്മിറ്റി തീരുമാനപ്രകാരമാണ് ഇത്. ഭാവിയിലേക്കുള്ള മറ്റു കാര്യങ്ങൾ പിന്നീട് സംസ്ഥാന നേതൃത്വം ചർച്ച ചെയ്ത് അറിയിക്കും. UDF സ്ഥാനാർത്ഥിക്ക് UDF പ്രതിനിധികളായ 14 കൗൺസിലർമാരും വോട്ട് ചെയ്യാൻ ഐക്യകണ്ഠേന തീരുമാനിച്ചു. നാളെ നടക്കുന്ന തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസിൻ്റെ പ്രതിനിധി ശ്രീ K. ദീപക് മത്സരിക്കും. കേരള യൂത്ത് ഫണ്ടിൻ്റെ UDFിൻ്റെ സംസ്ഥാന ലീഡർഷിപ്പ് ചർച്ച ചെയ്തതിന് ശേഷം അവരെ അറിയിച്ച തീരുമാനമാണ്. ആ തീരുമാനം നാളത്തെ കാര്യത്തിന് തീരുമാനമുണ്ട്. പിന്നീട് ഉള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പിന്നീട് UDFിൻ്റെ കേന്ദ്ര നേതൃത്വം ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ അറിയിക്കുന്നതനുസരിച്ച് അതും അംഗീകരിക്കും. നാളെ ഞങ്ങൾ UDFിൻ്റെ 14 കൗൺസിലർമാരും നാളെ UDFിൻ്റെ സ്ഥാനാർത്ഥി K. ദീപകിന് വോട്ട് ചെയ്യും. ഐക്യകണ്ഠേന തീരുമാനമാണ്. മുസ്ലിം ലീഗും കേരള കോൺഗ്രസും കൂടെ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. നേതാക്കന്മാർ കൂടി തീരുമാനിച്ചിട്ടുള്ളതാണ്. അത് അതേപടി ഞങ്ങൾ എല്ലാവരും ചുരുങ്ങിയ കാലം ഇനിയും ഭരണത്തിനുള്ളൂ അല്ലേ? ഉള്ള കാലം നന്നായിട്ട് പഠിച്ചു നോക്കാം. നമുക്ക് നോക്കാം. മാക്സിമം ജനങ്ങൾക്ക് പ്രയോജനകരമായ കാര്യങ്ങൾ ചെയ്യാൻ ഇവിടെ ഒരു ആസൂത്രണമില്ല, ഒരു ദീർഘവീക്ഷണമില്ല, പ്രോജക്റ്റുകൾ പോലും കൊടുക്കാൻ പറ്റുന്നില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. അത് മാറ്റി ഒരു ദീർഘവീക്ഷണത്തോടു കൂടി മുമ്പ് തൊടുപുഴ എങ്ങനെ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയോ ആ ഒരു ചാനലിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ കൂട്ടായിട്ട് നടത്തും. കോതമംഗല രൂപത വിശ്വാസോത്സവത്തിന്റെ ഭാഗമായി തോമൻകുത്ത് സെന്റ് തോമസ് ദേവാലയത്തിലെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ യുവതലമുറയെ കാർന്നു തിന്നുന്ന ലഹരി എന്ന മഹാവിപത്തിനെതിരെ ലഹരി വിരുദ്ധ സന്ദേശ റാലി നടത്തി. തോമൻകുത്ത് ദേവാലയ അങ്കണത്തിൽ നിന്ന് തോമൻകുത്ത് കവല വരെയാണ് റാലി സംഘടിപ്പിച്ചത്. വികാരി ഫാദർ ജെയിംസ് ഐക്കരമറ്റം, സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്റർ സോജൻ കുന്നുപുറത്ത്, സൺഡേ സ്കൂൾ അധ്യാപകർ, സിസ്റ്റേഴ്സ്, യുവദീപ്തിയുടെയും മിഷൻ ലീഗിന്റെയും ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. വഖഫ് നിയമ ഭേദഗതിയിലൂടെ മുസ്ലിങ്ങളുടെ സ്വത്ത് പിടിച്ചെടുക്കാനുള്ള സംഘപരിവാർ പദ്ധതി രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ ഒറ്റക്കെട്ടായി തെരുവിലിറങ്ങി ചെറുത്തു തോൽപ്പിക്കുമെന്ന് PP അനസ്. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ വെൽഫെയർ പാർട്ടി തൊടുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പാർട്ടി ജില്ലാ പ്രസിഡന്റ് PP അനസ്. മങ്ങാട്ടുകവലിൽ നിന്നും വഖഫ് ഭേദഗതി ബില്ല് കത്തിച്ചുകൊണ്ട് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ വെൽഫെയർ പാർട്ടി തൊടുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ജില്ലാ പ്രസിഡന്റ് PP അനസ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ സ്വത്ത് പിടിച്ചെടുക്കുന്നതിനുള്ള സംഘപരിവാർ ഭരണകൂടത്തിന്റെ വംശീയ പദ്ധതിയുടെ ഭാഗമാണ് വഖഫ് നിയമ ഭേദഗതി ബില്ല്. പൗരത്വ ഭേദഗതി നിയമം
മുത്തലാഖ്, ഏക സിവിൽ കോഡ് തുടങ്ങിയ വിവിധ മുസ്ലിം ഉന്മൂലന പദ്ധതികളുടെ ഭാഗമായാണ് പുതിയ വഖഫ് ഭേദഗതി നിയമം പാർലമെന്റിൽ പാസാക്കിയെടുക്കാൻ ഭരണകൂടം ശ്രമിക്കുന്നത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചും വർഗീയ ധ്രുവീകരണത്തിന് കാരണമാകുന്ന വ്യാജരേഖകൾ പ്രചരിപ്പിച്ചുമാണ് വഖഫ് നിയമ ഭേദഗതി ഹിന്ദുത്വ ഭരണകൂടം നിർമ്മിച്ചെടുക്കുന്നത്. വഖഫ് ഭേദഗതിയിലൂടെ മുസ്ലിം സമൂഹത്തിന്റെ സ്വത്ത് തട്ടിയെടുക്കാനുള്ള സംഘപരിവാർ ഗൂഢാലോചനയെ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ ഒറ്റക്കെട്ടായി തെരുവിലിറങ്ങി ചെറുത്തു തോൽപ്പിക്കണമെന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് PP അനസ് പറഞ്ഞു. ഈ രാജ്യത്ത് ജനങ്ങൾക്ക് നൽകുന്ന മൗലികമായ അവകാശങ്ങളുണ്ട്. ശ്രമങ്ങളാണ് ഒരു വിഭാഗം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ നെഞ്ചിലിരിക്കുന്ന ബ്രിട്ടീഷ് രാജ്യത്തോട് പോരാടി നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന്റെ മുന്നണി പോരാളികളായ ഒരു മതവിശ്വാസത്തിന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അവർ വിശ്വാസപരമായ അടിസ്ഥാനത്തിൽ അവർ ദാനം ചെയ്യുന്ന സ്വത്തുക്കളെയും അധികാരത്തിന്റെ രണ്ടുകളിൽ വെച്ചുകൊണ്ട് കവർന്നെടുക്കുവാനുള്ള ശ്രമമാണ് നമ്മുടെ രാജ്യത്ത് വംശീയമായ ഫാസിസ്റ്റ് ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സവർണ്ണ 1925 രൂപീകൃതമായ RSSന്റെ അജണ്ട തന്നെ ഈ രാജ്യത്തെ ക്രൈസ്തവരെയും മുസൽമാന്മാരെയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരെയും ഈ രാജ്യത്തിന്റെ ഉന്മൂലനം ചെയ്യണമെന്ന ലക്ഷ്യത്തോടുകൂടി മങ്ങാട്ടുകാവിലിൽ നിന്നും വഖഫ് ഭേദഗതി ബില്ല് പ്രവർത്തകർ കത്തിച്ചുകൊണ്ട് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അമീൻ റിയാസ്, ജമാഅത്തെ ഇസ്ലാമി ജില്ലാ സെക്രട്ടറി സുബൈർ ഹമീദ്, വെൽഫെയർ പാർട്ടി ജില്ലാ ട്രഷറർ ഡോക്ടർ നസിയ ഹസൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. മണ്ഡലം പ്രസിഡന്റ് റിയാസ് PM അധ്യക്ഷത വഹിച്ച പ്രതിഷേധ പരിപാടിയിൽ മണ്ഡലം സെക്രട്ടറി അർഷദ് PH സ്വാഗതവും മണ്ഡലം കമ്മിറ്റി അംഗം അബ്ബാസ് TH നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി മൂന്നാറിൽ വീണ്ടും കാട്ടുകൊമ്പൻ പടയപ്പയുടെ വിളയാട്ടം. മൂന്നാർ ടൗണിൽ ഇറങ്ങിയ പടയപ്പ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. ജംഗ്ഷനിലുണ്ടായിരുന്ന വഴിയോര കച്ചവട കടകൾ പടയപ്പ തകർത്തു. പുലർച്ചെ 4 മണിയോടെയാണ് മൂന്നാർ ടൗണിന് സമീപം പടയപ്പ എത്തിയത്. നാട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്നാണ് പടയപ്പ ഇവിടെ നിന്നും പിൻവാങ്ങിയത്. ഇടുക്കി മൂന്നാറിൽ വീണ്ടും കാട്ടുകൊമ്പൻ പടയപ്പയുടെ വിളയാട്ടം. മൂന്നാർ ടൗണിൽ ഇറങ്ങിയ പടയപ്പ വ്യാപകമായി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. വെള്ളിയാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് മൂന്നാർ ടൗണിന് സമീപം പടയപ്പ എത്തിയത്. ജംഗ്ഷനിലുണ്ടായിരുന്ന വഴിയോര കച്ചവട കടകളും പടയപ്പ തകർത്തു. വിൽപ്പനയ്ക്കായി കടയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന ക്യാരറ്റ് അടക്കമുള്ളവ ഭക്ഷിക്കുകയും ചെയ്തു. മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ അപ്സൈക്കിൾ പാർക്കിലും പടയപ്പ നാശനഷ്ടങ്ങൾ വരുത്തി. നാട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്നാണ് പടയപ്പ ഇവിടെ നിന്നും പിൻവാങ്ങിയത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ജനവാസ മേഖലയിൽ തുടരുന്ന പടയപ്പ വ്യാപക നാശമാണ് വിതയ്ക്കുന്നത്. പടയപ്പയെ വനംവകുപ്പ് നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതെ കാട് കയറ്റണമെന്ന ആവശ്യമാണ് തോട്ടം തൊഴിലാളികൾ അടക്കം ഉന്നയിക്കുന്നത്. ഇന്ന് രാവിലെ ഇവിടെ ഒരു 4 മണിയോടുകൂടി ടൗണിൻ്റെ അകത്ത് കാട്ടാന ഇറങ്ങിയായിരുന്നു. ഇപ്പോൾ നമുക്ക് സീസൺ തുടങ്ങിയേക്കുവാണ്. സീസൺ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസ്റ്റ് ആൾക്കാരെല്ലാം അവർ രാത്രിയിൽ ഇങ്ങോട്ട് വരുമ്പോൾ ജനവാസ മേഖലയിലേക്ക് ഇതുപോലെ വന്യമൃഗങ്ങളുടെ ശല്യം സംബന്ധിച്ച് ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഇതിനെതിരെ ഫോറസ്റ്റുകാരും പോലീസുകാരും അത് ബന്ധപ്പെട്ട അധികാരികളും വേണ്ട നടപടികൾ എടുക്കണമെന്ന് മൂന്നാറിലെ നൈറ്റ് ആൻഡ് ഗൈഡ് അസോസിയേഷനും ബാക്കി ജനങ്ങളും ഗവൺമെന്റിനെ ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. കറി വെക്കാൻ നേരം പച്ചക്കറി കടയിലേക്ക് ഈ വീട്ടിലുള്ളവർക്ക് ഓടേണ്ടതില്ല. ഒരു കറിക്ക് വേണ്ട അത്യാവശ്യം പച്ചക്കറികൾ ഈ വീട്ടുമുറ്റത്തുണ്ട്. തൊടുപുഴ സ്വദേശിയായ എഴുത്തുകാരൻ കൈതക്കോട് ജബ്ബാറിന്റെ വീട്ടിലെ കൃഷിയാണ് ശ്രദ്ധേയമാകുന്നത്. സ്ഥലപരിമിതികൾ കൃഷി ചെയ്യാതിരിക്കാനുള്ള കാരണമല്ലെന്ന് തെളിയിക്കുകയാണ് കൈതക്കോട് ജബ്ബാർ. മൂലമാണ് കൃഷി ചെയ്യാത്തതെന്ന ന്യായം പറയുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ കൈതക്കോട് ജബ്ബാർ എന്ന എഴുത്തുകാരൻ അങ്ങനെയല്ല. തന്റെ വീടിന്റെ മുൻപിലെ സ്ഥലത്ത് വിവിധതരം കൃഷികൾ ചെയ്യുകയാണ് അദ്ദേഹം. പാവയ്ക്കയും തക്കാളിയും കോവയ്ക്കയും നിത്യവഴുതനയും ഇവിടെ സമൃദ്ധമായി വളരുന്നു.
കാന്താരിയും ഇഞ്ചിയും പേരയും ചാമ്പയും മികച്ച വിളവാണ് നൽകുന്നത്. ഇതിനായി രാസവളങ്ങളൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ചാണകവും പച്ചക്കറിയുടെ വേസ്റ്റ് മാത്രമേ വളമായി ചേർക്കുന്നുള്ളൂ എന്നും വിഷമടിക്കാത്തതുകൊണ്ട് പച്ചക്കറികൾക്ക് പ്രത്യേക രുചിയാണെന്നും കൈതക്കോട് ജബ്ബാർ പറയുന്നു. നമുക്കിവിടെ വെണ്ട, പാവൽ, പടവലം, കോവൽ, പിന്നെ നിത്യവഴുതന, കാന്താരി, ഇതൊക്കെയാണ് പച്ചക്കറി ഉള്ളത്. പിന്നെ ചാമ്പ, പേരകം ഇതെല്ലാം ഉണ്ട്. ഇതിനെല്ലാം ചാണകപ്പൊടിയും ചവറുമാണ് വളം മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. കീടനാശിനികൾ ഒന്നും തന്നെ ഉപയോഗിക്കാറില്ല. ഈ കീടനാശിനി ഉപയോഗിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉടുപ്പിടിച്ച് ഈ പാവയ്ക്കയും മറ്റും. അപ്പോൾ ഇതിനകത്ത് കീടങ്ങൾ പെട്ടെന്ന് വന്ന് പറന്ന് ഒട്ടുകയോ കൊത്തുകയോ ചെയ്യുകയില്ല. അപ്പോൾ നമുക്കിതുപോലെ കൃത്യമായിട്ട് എടുക്കാം. മരുന്നടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. പിന്നെ ഈ പച്ചക്കറി വേസ്റ്റ് പുറത്ത് കളയാറില്ല. ഇത് ഇതിനെ ചുവട്ടിൽ ഇടുക പതിവ്. ദിവസത്തിൽ ഒരു 2 മണിക്കൂർ നമ്മൾ മെനക്കെടാവുന്നുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്കും അവരവരുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടതെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ള ഏറ്റവും വലിയ തെളിവാണിത്. എനിക്കിവിടെ 12 മാസവും ഈ പച്ചക്കറികളിൽ ഏതാണ്ടൊരു 6-7 ഇനം ഇവിടെ ഉണ്ടാകാറുണ്ട്. പിന്നെ നമുക്ക് കൂടുതൽ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരറ്റ്, ബീട്രൂട്ട് ഇതൊന്നും എപ്പോഴും ഉണ്ടാകുന്നതല്ല. അതിനൊക്കെ ഒരു സീസണുണ്ട്. അപ്പോൾ രാവിലെ ഈ പ്രഭാത നടത്തത്തിന് പകരം പറമ്പിലിറങ്ങി ഇതുപോലെ കൃഷി നടക്കുമ്പോൾ കിട്ടുന്ന വ്യായാമവും കിട്ടും, കൃഷിയിൽ നിന്നുള്ള ആദായം കിട്ടും. ഭൂമിയുടെ അളവല്ല, കൃഷി ചെയ്യാനുള്ള മനസ്സാണ് വേണ്ടത് എന്ന ചിന്താഗതിയാണ് കൈതക്കോട് ജബ്ബാർ പങ്കുവയ്ക്കുന്നത്. വീട്ടിലെത്തുന്ന സുഹൃത്തുക്കൾക്ക് വിഷരഹിത ജൈവ പച്ചക്കറികൾ നൽകാനും അദ്ദേഹം മറക്കാറില്ല. തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CMRL എക്സാലോജിക് ഇടപാട് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപട്ടികയിൽ വരുന്ന നാളുകൾ വിദൂരമല്ലെന്ന് മാത്യു കുഴൽനാടൻ MLA. കേരള ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ഏപ്രിൽ 10, 11, 12 തീയതികളിൽ തിരുവനന്തപുരത്ത് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു പ്രഖ്യാപനം നടത്തി. ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ച് തദ്ദേശ സ്ഥാപനങ്ങളുടെ കഴുത്തു ഞെരിച്ചു കൊല്ലാനാണ് LDF സർക്കാർ ശ്രമിക്കുന്നതെന്ന് UDF ജില്ലാ കൺവീനർ പ്രൊഫസർ MJ ജേക്കബ്. ശനിയാഴ്ച നടക്കാനിരിക്കുന്ന തൊടുപുഴ മുനിസിപ്പാലിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി K ദീപക് മത്സരിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.